ബേണി, നമ്മളൊരു ഷോ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഉസ്മാനെ ആലോചിക്കണം. തീർച്ചയായിട്ടും അല്ലേ? കാരണം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് രഞ്ജിനി കാസസ് ആണ്. എൻ്റെ ജീവിതത്തിൽ ബേണി ഇഗ്നേഴ്സിന്റെ ബേണി മാത്രമല്ല, ബേണി ഇഗ്നേഴ്സ് ആയത് രഞ്ജിനി കാസസ്. നമ്മൾ എന്താണ്, മാർക്കോസ് വന്നു, പാടാൻ നിന്നു, അതിനകത്ത് ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ എല്ലാ പാട്ടും എനിക്ക് തന്നു. അതെ, അങ്ങനെ ഉസ്മാനും തന്നു, ബേണിയും എല്ലാവരും കൂടെ എനിക്ക് തന്നു. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അത് തന്നെയാണ് ബേണിയുടെ. തീർച്ചയായും. അപ്പം നമ്മൾ തുടങ്ങിയ ഒരു തുടക്കം ഒരൊറ്റ ആളിൻ്റെയാണ്, ഒറ്റ ആളിൻ്റെയാണ് ഉസ്മാൻ. ഉസ്മാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പ്രണാമം. തേന്മാവിൻ കൊമ്പത്ത് അതിലൊരു പാട്ട് ബേണി എങ്ങോട്ട് പാടുക. പാടുന്നതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അന്ന് KSF-ൽ വർക്ക് ചെയ്യാണ്. KSF-ൽ 3 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകാതെ എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് കരുതിയവരാണ് മാനേജ്മെന്റ് ഇരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഭാഗ്യത്തിന് 3-ാമത്തെ വർഷം ട്രാൻസ്ഫർ കിട്ടി എറണാകുളത്ത് വന്നു. ഉടനെ MD വിളിച്ചു പറഞ്ഞ് അയാൾ ഒരു ലീവ് പോലും എടുപ്പിക്കരുത്, ഒരു ലീവ് എടുത്താൽ എന്നോട് പറയണം, ഞാൻ അയാളെ പിടിച്ച് പുറത്താക്കുന്നു. പക്ഷേ അന്ന് എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, കൊച്ചിൻ മെലഡീസ് എന്ന് പറഞ്ഞിട്ട്, ബോണിയും ഞാനും കൂടിയാണ് പോണത്. അപ്പോൾ ഒരാഴ്ചത്തെ എൻ്റെ കെയർ ഓഫിലുള്ളൊരു പ്രോഗ്രാം തമിഴ്നാട്ടിൽ വന്ന് എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ എനിക്ക് അറിവ് കിട്ടി, ഇനി പിറ്റേ ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യേണ്ട ദിവസം ജോയിൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി തെറിക്കും. അങ്ങനെ ഞാൻ ഇത്തിരി നേരത്തെ സ്കൂട്ടറൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്ക് അവിടെ എത്തണേന് 9:15 തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, പോകല്ലേ സ്റ്റാർട്ട് ചെയ്ത് പോകല്ലേ. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല നമുക്ക് എപ്പോഴും കിട്ടാനായിട്ട്. ഈ ഒരു ഫോൺ വന്നിട്ടുണ്ടെന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും പറ്റില്ല, ഓഫീസിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അല്ല, ഓഫീസിൽ വിളിക്കാൻ ഇത് അത്യാവശ്യ ഫോണാണെന്നാണ് പറഞ്ഞേക്കണത്, അറ്റൻഡ് ചെയ്യും, ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് ഓടി ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും പറയാണ്, ഞാൻ ശ്രീകൂട്ടനാണ്. എന്താ ശ്രീകൂട്ട എന്ന് പറഞ്ഞു. ഞാൻ ഇത്തിരി തിരക്കിലാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വേഗം BTH-ലേക്ക് വരണം. അയ്യോ, BTH ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എറണാകുളത്തെ വലിയൊരു എല്ലാവരും കൂടുന്ന ഒരു ഹോട്ടൽ, 1 മണിക്കൂർ മതി, ജസ്റ്റ് ഒന്ന് പാട്ട് പാടിയോ. അയ്യോ, ഈ സമയത്ത് എങ്ങനെ പാടാൻ, എനിക്ക് ഓഫീസിൽ പോണ്ടേ പറഞ്ഞു. അതല്ല, പ്രിയദർശൻ വരും, മോഹൻലാൽ വരും, അവരുടെ മുമ്പിൽ നിന്ന് 2 പാട്ട് പാടിട്ട് പോയിക്കോ. അതെ, എന്നാ ഒന്ന് അങ്ങോട്ട് വരാം, ജോലി വേണോ ഇത് വേണോ. അങ്ങനെ ഞാൻ BTH-ൽ എത്തുമ്പോഴത്തേക്കും പ്രിയനും അവിടെ വന്നു, ഒരു ഓട്ടോയിൽ വന്നു. ഞാൻ ഓടി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രിയൻ താഴ്ത്തിരിപ്പുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ റൂമാണ്, നമുക്ക് ഒരുമിച്ച് കുറച്ച് പാട്ടൊക്കെ പാട്ട് പിരിഞ്ഞ് പോയിക്കോ എന്ന് പറഞ്ഞു. എന്നാ ശരി എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് പ്രിയൻ വന്നിട്ട് പറഞ്ഞു, എന്താണ് വേണി വെറുതെ ഇങ്ങോട്ട് വന്ന്, ഹാർമോണിയം വേണ്ടേ, ടേപ്പ് റെക്കോർഡർ വേണ്ടേ, ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പോയി എടുത്തുകൊണ്ട് വാ. അങ്ങനെ നമ്മൾ രണ്ടും കൂടി എൻ്റെ വീട്ടിൽ വന്നു, ഈ സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഈ നിലാപ്പൊങ്കലിന്റെ സിറ്റുവേഷൻ പറഞ്ഞത്. ഫീല് ആ സിറ്റുവേഷൻ നമ്മൾ കാണുന്ന, അത് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ സിനിമ നമ്മളിപ്പോൾ തേന്മാവിൻ കൊമ്പത്തിൽ കാണുന്ന ആ ടൈറ്റിൽ വിഷ്വലാണ് മനസ്സിൽ വന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞ്, നിങ്ങൾ ഒരു കാര്യം നോക്കണ്ട, ഒരു താളം എനിക്ക് വേണം. അതായത് 10-40 കാളവണ്ടി ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള കർണാടക ബോർഡറിലൂടെ. അപ്പൊ അങ്ങനെ ആ കാളവണ്ടിയുടെ പുറകിലത്തെ വീലുണ്ടല്ലോ, ഇങ്ങനെ ഒരു താളം ഉണ്ടാത്ത അതിന്റെ ആട്ടത്തിന്, ആ താളത്തിൽ വേണം നിങ്ങൾ പാട്ടുണ്ടാക്കാൻ. അപ്പോഴാണ് അറിയാതെ ഓഹോ 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 അതിങ്ങനെ ശ്രീകുട്ടൻ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിങ്ങനെ കണ്ണടച്ചിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ സിനിമ ഇത്ര വലിയ ബ്രഹ്മാണ്ഡ സിനിമയുടെ കമ്പോസിങ് ആരംഭിക്കുകയാണ്. ഞാൻ പതുക്കെ ഒരു പല്ലവി ഉണ്ടാക്കാൻ, അപ്പൊ അങ്ങനെ പാടിയപ്പോഴത്തേക്കും പറയാൻ, ആഹാ കൊള്ളാം, പോട്ടെ വണ്ടി പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ സാധനം ഇതൊക്കെ തുറന്ന് എങ്ങനെയുണ്ട് പറഞ്ഞു, സംഭവം കൊള്ളാം, പക്ഷെ ഇത് പല്ലവി വേണ്ട, ഇത് ചരണമാക്കണം. ഓർമ്മയുണ്ടോ? ശ്രീകുട്ടനുണ്ട് കൂടെ. അയ്യോ, എനിക്ക് അങ്ങനെ ശീലമില്ല, പല്ലവി പാടി പിന്നെ ചരണം പാടി, അതാണ് നമുക്കുള്ള ശീലം. ഈ ശീലമൊക്കെ സിനിമയിൽ പറ്റില്ല, പുതിയൊരു ശീലം ഉണ്ടാക്ക്. അപ്പൊ പിന്നെ നമുക്ക് ബേസിൽ എന്ന് പറയുന്നതിന് വരും ടോപ്പിൽ നിന്ന് പറയാൻ വൃത്തിയില്ല. അങ്ങനെയാണ് തനാനാനി താനാനേ നിലാ പൊങ്കലായേലോ പാടടി നീ ഓ. അതിന്റെ ഷോട്ടോ എന്റെ അമ്മ, ആ പടം തുടങ്ങി കിട്ടിപ്പോയി. അത് എന്താണ്, മാൻഡലിൻ വായിച്ചു, ഹാർമോണിയം വായിച്ചു, ഗിറ്റാർ. എനിക്കിപ്പോ എത്ര ഓർക്കസ്ട്ര ഇൻസ്ട്രുമെന്റ്സ് അറിയാം?
ഞാൻ ഒരു 4 വയസ്സോ ഒക്കെ 5 വയസ്സിന് മുമ്പ് തന്നെ ബുൾബുൾ വായിക്കുമായിരുന്നു. ബുൾബുൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7-8 വയസ്സായപ്പോൾ ഹാർമോണിയം കൊണ്ടുവന്നു. ഹാർമോണിയം വായിച്ചു. പിന്നെ ഒരു പ്രീഡിഗ്രി ആയില്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഗിറ്റാർ. അതിനുശേഷം പിന്നെ ബാൻജോ വായിച്ചു. ആ ബാൻജോയാണ് നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. ദ്വന്ദ്വ യുദ്ധം എന്നുള്ള ജെറി മാഷിന്റെ പടത്തില് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു മ്യൂസീഷ്യൻ പറഞ്ഞു, പല മ്യൂസീഷ്യൻസ് പറഞ്ഞു ഇവിടെ പാടാൻ വന്ന ആള് MG ശ്രീകുമാർ എന്നുണ്ട്, MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞു. ശരി ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രാധാകൃഷ്ണൻ ചേട്ടനും പാടുന്നുണ്ട്. അത് ഒരു കവാലി പാട്ടാണ് ജെറി മാഷ് കമ്പോസ് ചെയ്യണത്. കടി 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 കടിക്കാൻ പറ്റാത്ത മധുരക്കനി. ഓർമ്മയുണ്ട? എന്നിട്ട് അതിൻ്റെ അകത്ത് തോടി രാഗത്തിലാണ് ഇതിന്റെ ഇടയിൽ കവാലിന്റെ ഇടയിൽ കൂടി ചേട്ടൻ കുറച്ച് സ്വരങ്ങളൊക്കെ വെച്ചെടുക്കുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടീസിന്റെ സമയത്ത് ഞാൻ ഗിറ്റാർ മറ്റേ ബിറ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള തിരക്കിന്റെ ഇടയിൽ തന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്റെ തൊട്ട് മുമ്പിലത്തെ ഇങ്ങോട്ട് നേരെ നോക്കിയിട്ടുള്ള ബൂത്തിലാണ് നിങ്ങൾ ഇരിക്കണത്. അപ്പൊ ഞാൻ വായിച്ച കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സുന്ദരമായിട്ട് നല്ല ശ്രുതിശുദ്ധമായിട്ട് നിങ്ങളിങ്ങനെ വരുന്നു.